ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഫ്രൂട്ട് കസ്റ്റാർഡാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ വേറൊരു വേർഷൻ. നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇഷ്ടമുള്ള പോലെയൊക്കെ ഉണ്ടാക്കാം. ഇത് ഞാൻ വേറെ രീതിക്ക് ഉണ്ടാക്കിയതാണ്. ആദ്യം പാല് ചൂടാക്കാൻ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ തണുത്ത പാലും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കസ്റ്റാർഡ് പൗഡർ നല്ലവണ്ണം അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് ഫ്രൂട്ട് കസ്റ്റാർഡ്. മക്കൾക്ക് ഫ്രൂട്ട്സ് ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ള മക്കൾക്കൊക്കെ നല്ല എല്ലാ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. മക്കൾക്ക് ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് അവരറിയാതെ അവരുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ചിട്ട് എന്താ പറയുക, പാത്രത്തിൽ നിന്ന് നിറഞ്ഞ് ചിന്താതെ നോക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനൊരു തിക്നെസ് ആകുമ്പോൾ നമ്മളത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ചൂടാറിയതിന് ശേഷം മാത്രം വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അത് തണുപ്പിച്ചെടുക്കുക. മധുരമൊക്കെ നല്ല ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഒത്തിരി മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്യാം. അതിലേക്ക് വേണ്ട ഫ്രൂട്ട്സ് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അനാറ്, ആപ്പിള്, മാംഗോ ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്ത ഫ്രൂട്ട്സ്. നമുക്ക് വീട്ടിലുള്ളതിനനുസരിച്ചും ഇഷ്ടമുള്ളതിനനുസരിച്ചൊക്കെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. കുറച്ച് നട്ട്സ്, ബദാം, മുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നിവ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. ബദാമും അണ്ടിപ്പരിപ്പൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഗ്രീൻ മുന്തിരി വെള്ളത്തിലിട്ട് കഴിച്ചതിന് ശേഷം അതും പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുക. ഒന്ന് ഫുള്ളായിട്ട് ഇടരുത്, അത് ചെറിയ ഒരു മടുപ്പുണ്ടാകും. ഇടയിൽ ഇങ്ങനെ വലിയ മുന്തിരിയൊക്കെ കടിക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ അതിലേക്ക് ഒരു ബനാന കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 4 കഷ്ണാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ബനാന. എല്ലാ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മധുരം കൂടെ അതിലേക്കിടുക. എന്നിട്ട് നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ വെച്ച കസ്റ്റാർഡ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് പിന്നെ ഒരു ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഓപ്ഷണലാണ്. എനിക്ക് ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടെ ആഡ് ചെയ്തു. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ്